നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വർണത്തെക്കുറിച്ചാണ്. സ്വർണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ആദി വരും. കാരണം ഇതിന്റെ വില എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ മാസം 1-ാം തീയതി പവന് 1,26,920 രൂപ വരെ എത്തിയ ശേഷം സ്വർണ്ണവില ഇന്നലെ, അതായത് മാർച്ച് 6-ന് 1,18,160 രൂപയിലേക്ക് താഴ്ന്നതാണ് കണ്ടത്. ഈ ഒരു മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയായിരുന്നു അത്. എന്നാൽ ഇന്ന്, അതായത് മാർച്ച് 7-ന് വില വീണ്ടും കയറി ഒരു പവന് 1,20,000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഈ ചാഞ്ചാട്ടത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ധാരണയുണ്ട്. ഇപ്പോൾ ഈ വോളറ്റിലിറ്റിയിൽ നമ്മൾ സ്വർണം വാങ്ങേണ്ട സമയമാണോ, അതോ ഇനിയും വില കുറയാൻ കാത്തിരിക്കണോ? ഇതേക്കുറിച്ചെല്ലാം വളരെ ലളിതമായിട്ട് നമുക്ക് നോക്കാം. സ്വർണ്ണവില ഇങ്ങനെ കൂടാനും കുറയാനും പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. അതിലൊന്നാമത്തേത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇറാൻ-ഇസ്രയേൽ സംഘർഷം സ്വർണ്ണവിലയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും യുദ്ധമോ അസ്ഥിരതയോ ഉണ്ടായാൽ വലിയ നിക്ഷേപകർ അവരുടെ പണം ഓഹരി വിപണിയിൽ നിന്നും മാറ്റി സ്വർണത്തിൽ നിക്ഷേപിക്കും. സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം മുറുകുമ്പോൾ സ്വർണത്തിന് ഡിമാൻഡ് കൂടും, സ്വാഭാവികമായും വിലയും കൂടും. കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുറഞ്ഞതിന് ശേഷം ഇന്ന് പെട്ടെന്ന് 5,000 രൂപയോളം വർദ്ധിക്കാൻ പ്രധാന കാരണം ഈ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. രണ്ടാമത്തെ കാരണം അമേരിക്കയിലെ പലിശ നിരക്കുകളാണ്. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് ആയ ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്കിൽ എന്ത് മാറ്റം വരുത്തുന്നു എന്നത് സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കാറുണ്ട്. പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന വന്നാൽ സ്വർണ്ണവില കൂടും. കാരണം ബാങ്കിൽ പണം ഇട്ടാൽ വലിയ ലാഭം കിട്ടില്ല എന്ന് വരുമ്പോൾ ആളുകൾ സ്വർണം വാങ്ങാൻ തുടങ്ങും. ഇപ്പോൾ അമേരിക്കയിലെ തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും പണപ്പെരുപ്പവുമെല്ലാം സ്വർണത്തിന്റെ വിലയിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ ഡിമാൻഡ് തന്നെയാണ്. ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. വിവാഹ സീസണുകളിലും ആഘോഷങ്ങളും വരുമ്പോൾ ഇവിടെ സ്വർണത്തിന് വലിയ ആവശ്യക്കാരുണ്ട്. ഇത്തവണത്തെ ബജറ്റിൽ സ്വർണത്തിന് ഇറക്കുമതി തീരുവ 5% കുറച്ചത് വിപണിയിൽ വലിയ ചർച്ചയായിരുന്നു. ഇത് വില കുറയാൻ സഹായിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടതെങ്കിലും ആഗോള വിപണിയിലെ ഈ വിലക്കയറ്റം ആ നേട്ടം സാധാരണക്കാർക്ക് കിട്ടാതാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം സ്വർണ്ണവില ഇനിയും കൂടുമോ എന്നതാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 2026 അവസാനത്തോടെ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പല ആഗോള ബാങ്കുകളും പ്രവചിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇനിയും വളരെയധികം വർദ്ധിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ വില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, സ്വർണ്ണവില ഒരിക്കലും നേർരേഖയിൽ മുകളിലേക്ക് പോകില്ല. അത് കൂടുമ്പോൾ ലാഭം എടുക്കാൻ വേണ്ടി ആളുകൾ സ്വർണം വിൽക്കും. അപ്പോൾ വില അല്പം കുറയും. ഇതിനെയാണ് നമ്മൾ തിരുത്തൽ അല്ലെങ്കിൽ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോൾ സ്വർണം വാങ്ങണം? നിങ്ങൾക്ക് കല്യാണ ആവശ്യത്തിനോ മറ്റോ സ്വർണം വേണമെന്നുണ്ടെങ്കിൽ വില അല്പം കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ ചെറിയ അളവിൽ വാങ്ങി തുടങ്ങുന്നതാണ് നല്ലത്. സ്വർണം ഒരു നിക്ഷേപമായി കാണുന്നവർ ഒന്നിച്ച് വലിയ തുകയ്ക്ക് വാങ്ങുന്നതിന് പകരം പല തവണകളായി വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ശരാശരി വിലയിൽ നിങ്ങൾക്ക് സ്വർണം ലഭിക്കും. പിന്നെ സ്വർണത്തിൽ പണം ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോൾഡ് ETF-കളോ സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ പരീക്ഷിക്കാവുന്നതാണ്. ETF-ൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള നിക്ഷേപകർക്ക് ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള കുറച്ച് ഗോൾഡ് ETF-നെ കൂടെ പരിചയപ്പെടുത്താം. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം കൈകാര്യം ചെയ്യുന്നതിനായി ഫണ്ട് ഹൗസുകൾ ഈടാക്കുന്ന വാർഷിക ഫീസാണ് എക്സ്പെൻസ് റേഷ്യോ. ഗോൾഡ് ETF-കൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ നിക്ഷേപകർക്ക് കൂടുതൽ ലാഭം നൽകും. കാരണം ഈ റേഷ്യോ കുറവാണെങ്കിൽ ഫണ്ടിന്റെ മൊത്തം വരുമാനത്തിൽ നിന്ന് ഫീസ് ഇനത്തിൽ കുറയുന്ന തുകയും കുറവായിരിക്കും. സെറോദ ഗോൾഡ് ETF, ദ വെൽത്ത് കമ്പനി ഗോൾഡ് ETF, മിറേ അസറ്റ് ഗോൾഡ് ETF, ഏഞ്ചൽ വൺ ഗോൾഡ് ETF, ടാറ്റ ഗോൾഡ് ETF എന്നിവ ഈ വിഭാഗത്തിൽ കുറഞ്ഞ ചെലവ് വാഗ്ദാനം ചെയ്യുന്ന പ്രധാന ഫണ്ടുകളാണ്. ETF-കൾ വാങ്ങുമ്പോൾ ബ്രോക്കറേജ് കൂടാതെയുള്ള അധിക ചെലവ് കുറയ്ക്കാൻ ഇത്തരം കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ സഹായിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകർ ഫണ്ടിന്റെ ട്രാക്കിംഗ് എറർ കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ETF, സോവറിൻ ബോണ്ട് പോലുള്ള നിക്ഷേപങ്ങൾക്ക് പണിക്കൂലിയോ സ്വർണം സൂക്ഷിക്കാനുള്ള പേടിയോ വേണ്ട എന്ന ഗുണമുണ്ട്. സ്വർണ്ണ വിപണി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം പണം വിനിയോഗിക്കുക. കേരളത്തിലെ ഇന്നത്തെ വില ഒരു പവന് 1,20,000 രൂപയാണ്. ഇത് ഇനിയും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർണം വാങ്ങുന്നതിന് മുൻപ് അന്നത്തെ കൃത്യമായ നിരക്ക് പരിശോധിക്കാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റ് വിപണികളിലോ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേശകനുമായി സംസാരിച്ച് മാത്രം തീരുമാനമെടുക്കുക.